പറഞ്ഞില്ല, ആസ്വദിക്കാനുള്ളതാണ് സിനിമ മുഴുവൻ. അത് എപ്പോഴും നമുക്ക് ഒരു പെർട്ടിക്കുലർ രീതിയിൽ, ഇപ്പോൾ ഹണിബി എന്ന് പറഞ്ഞ സിനിമ ക്ലിക്കായി അല്ലെങ്കിൽ ആ ഫോർമാറ്റ് നന്നായി എന്ന് കരുതി നമുക്ക് ആ ഫോർമാറ്റ് തന്നെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ജീനോട് പറഞ്ഞു, ജീൻ്റെ ഏറ്റവും വലിയ ധൈര്യം അതാണ്. ഹണിബി എന്ന് പറഞ്ഞ ഒരു മാസ് മസാല പടം കഴിഞ്ഞിട്ട് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രില്ലർ ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് ജീൻ. ഇതിൻ്റെ കഥ നമ്മളോട് പറയുമ്പോഴും ജീൻ പറഞ്ഞാണ് ഇത് 100% റിസ്ക് ആണ്. കാര്യം ഇതൊരു സാധാരണ പ്രേക്ഷകൻ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ചിരിക്കാനോ കൈയടിക്കാനോ വരുന്ന ഒരു പ്രേക്ഷകന് വേണ്ടിയിട്ടുള്ള സിനിമയല്ല ഇത് സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയെ ഒരു ആർട്ട് ഫോമായിട്ട് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമ ആസ്വദിക്കേണ്ട രീതിയിൽ ആസ്വദിച്ച എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് അപ്പുത്തിക്കിരി ഇറങ്ങുന്നത്. പിന്നെ ഇതിലൊരു വലിയ ത്രൂ ഔട്ട് ക്യാരക്ടർ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറൊന്നും എനിക്കില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ഭാഗമാണ് ഞാൻ. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ പേരിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗ്യമാണ്. എപ്പോഴും അപ്രിസിയേഷൻ കിട്ടുന്നതും എപ്പോഴും നമ്മൾ ബാക്കി എല്ലാവരെ പോലെ ഒരു കയ്യടി പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എങ്ങനെയൊക്കെയോ എൻ്റെ ടേസ്റ്റ് കുറേ ഡിഫറെൻ്റ് ആണ്. ഞാൻ കേൾക്കുന്ന സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റിനൊക്കെ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്, നീ ഒരു നല്ല ലവ് സ്റ്റോറി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നതെല്ലാം അല്ലെങ്കിൽ എന്നെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് പലരും ഇങ്ങനെയുള്ള വേഷങ്ങളിലാണ്. പിന്നെ എൻ്റെയും അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഞാൻ ചെയ്തു എന്ന് തോന്നുന്ന സിനിമകളാണ് എനിക്കും താല്പര്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ പോയിട്ടുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇതിൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ശരിക്കും ഈ സ്ക്രിപ്റ്റിൻ്റെ ഷൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ എൻ്റെയൊക്കെ മനസ്സുകൊണ്ട് എന്തൊക്കെയോ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കണം എന്നൊക്കെ തോന്നിപ്പോയ ഒരു തരത്തിലുള്ള സ്ക്രിപ്റ്റാണിത്. അപ്പോൾ ഇത് ഒരിക്കലും ഏത് ജോണർ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു റിയൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും അറിയില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകുന്നല്ല, ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ക്രിപ്റ്റിൽ കൂടെയാണ്. ഇതൊരു ഫാൻറ്റസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമാജിനറി സ്റ്റോറി ആയിരിക്കും. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊന്നും അറിയില്ല എൻ്റെ പരിമിതമായ അറിവിൽ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ വളരെയധികം കണ്ണു തുറപ്പിക്കുന്ന ഒരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. അല്ല, ഈ സിനിമ അല്ലെങ്കിൽ ഇതിന് മുന്നേ മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമ, ഈ 2 സിനിമയുടെയും സ്ക്രിപ്റ്റ് കേട്ടാൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു നടനും നോ പറയാൻ പറ്റില്ല. അത് ക്യാരക്ടർ എത്ര വലുതായാലും ഇതിൻ്റെ സ്ക്രീൻ സ്പേസ് എത്ര വലുതാണോ അങ്ങനെ നോക്കിയിട്ട് അയ്യോ ഇതിൽ ഞാൻ ഇത്രയും നേരം ഉള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഇത്. കാരണം ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ഒരു സീനാണെങ്കിലും അത് ഒരു ഹാഫ് സീനാണെങ്കിൽ പോലും അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനതിനാണ് മുടി വെട്ടുന്നത്, ഞാനതിനാണ് 3 കിലോ കുറയ്ക്കാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ. പക്ഷെ എൻ്റെ ക്യാരക്ടറിനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് ആ സ്ക്രിപ്റ്റിൽ. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്തൊരു സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഒരു ആക്ടർ എന്ന നിലയിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ സംശയിച്ചേനെ. കാര്യം ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളൊരു സംശയം എനിക്ക് വന്നേനെ. പക്ഷേ മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് അത്തരത്തിൽ മേക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോടതി മുറിക്കുള്ളിൽ ഒരു ഫുൾ സിനിമ ചെയ്യാൻ ബ്രില്യൻസ് ഉള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം എന്ന് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനോ അദ്ദേഹം ഒട്ടും മോശമായിരിക്കില്ല എന്നുള്ളത് എനിക്ക് ആ സ്ക്രിപ്റ്റ് പറഞ്ഞ രീതിയിലും ആ സിനിമ അദ്ദേഹം കൺവേ ചെയ്ത രീതിയിലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇതിലാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ 2 പടത്തിൽ അസിസ്റ്റ് ചെയ്ത ഒരാൾ ജുറാസിക് പാർക്കിൻ്റെ സ്ക്രിപ്റ്റ് വന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നോ പറഞ്ഞ് ഇത് ജുറാസിക് പാർക്ക് ഇംഗ്ലീഷിൽ ഹിറ്റല്ലേ എന്ന് വെച്ചിട്ട് കാര്യമില്ല, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. സുരേഷിൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ എല്ലാ സീനുകളും, സുരേഷിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ
ഒരു ആക്ഷൻ ഹീറോ എന്ന സുരേഷ് ഗോപിയെ വിട്ടിട്ട് ഞാൻ സിനിമയിൽ വന്ന് കുറെ കൂടെയൊക്കെ സിനിമ അറിഞ്ഞു തുടങ്ങിയ ടൈമിൽ ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് നന്മകളുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് പല സ്ഥലത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട് ഈ ക്യാരക്ടറും സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യനുമായിട്ട്. പലർക്കും സഹായം ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രാജുവൽ ചേഞ്ച് ഉണ്ട്. ഇതിൽ എല്ലാം സുരേഷ് ഏട്ടൻ്റെ ക്യാരക്ടറാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ വരുന്ന ഒരു ഗ്രാജുവൽ ചേഞ്ച് ഉണ്ട്. അത് മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരാൾക്ക് ഈ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ ഒരു മാറ്റം നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അപ്പോൾ അത് ശരിക്കും സുരേഷ് ഏട്ടനാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കാസ്റ്റ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി.